ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പൊ ഈ നാട്ടിൽ ആർക്കും സമാധാനമായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണോ മാറുന്നത്? കാരണം ഏത് തരത്തിലുള്ള കേസിലും പിടികൂടാം എന്നുള്ള ഒരു ഭയം പലരുടെയും മുകളിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ മേധാവിയായിട്ടിരിക്കുന്ന അരുൺകുമാറിനെ പോക്സോ കേസിൽ പ്രതിയാക്കിയിരിക്കുകയല്ലേ? വിജയനാഥ് സാർ, എനിക്ക് ഏറ്റവും വിയോജിപ്പുള്ള മാധ്യമപ്രവർത്തകൻ ആരാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ അരുൺകുമാർ ആയിരിക്കും. ഞങ്ങൾ ഇന്നേ വരെ ഒരുപാട് ചർച്ചകളിൽ പരസ്പരം അടികൂടിയിട്ടുണ്ട്. 99% കാര്യങ്ങൾ എനിക്ക് വരുന്ന യോജിപ്പാണ്. ഒരേ ഒരു കാര്യത്തിലേ യോജിപ്പുള്ളൂ. പുള്ളിയുടെ പേര് അരുൺകുമാറാണെന്നും എൻ്റെ പേര് രാഹുൽ ഈശ്വറാണെന്നും. വേറെ ഒരു കാര്യത്തിൽ ഞങ്ങൾ യോജിക്കില്ല. ഞങ്ങൾ പണ്ട് മുതലേ, ഇപ്പം അല്ല, എനിക്ക് അറിയുന്ന ഒരു 20-25 വർഷമായിട്ട് അറിയാം. പുള്ളി അന്നേ നെഹ്റൂവിയൻ ലിബറലാണ്, ഞാൻ അന്നേ ഒരു റൈറ്റ് കൺസർവേറ്റീവ് ഗാന്ധിയൻ കയ്യിലുള്ളവരാണ്. പക്ഷേ അരുൺകുമാറിനെ ഞാൻ ആക്രമിക്കണമെങ്കിൽ നേരിട്ട് ആക്രമിക്കും. അരുൺ എന്ന വ്യക്തിയെ, അരുൺ എന്ന ലിബറലിനെ, അരുൺ എന്ന നെഹ്റൂവിയനെ ഞാൻ നേരിട്ട് ആക്രമിക്കുകയും അരുണിന്റെ വാദഗതികളെ ഒരു മയവുമില്ലാതെ ആക്രമിക്കുകയും ചെയ്യും. പക്ഷെ വ്യാജ പോക്സോ കേസ് വെച്ചല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു അബ്സർഡാണ്. അതായത് ഒരു ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ചുറ്റും നിൽക്കുമ്പോൾ ഇത്രയും പേര് വരുന്ന കലോത്സവ വേദിയിൽ വെച്ച് പോക്സോ കുറ്റം ചുമത്തുന്ന ഒരാളെ, എന്ത് ഭ്രാന്താണ്! ഈ നാട്ടിന് വട്ടായോ? ഈ നാടിന് ഭ്രാന്താണോ? ഇത് തന്നെയല്ലേ സുരേഷ് ഗോപിയോട് ചെയ്തത്? അതായത് സുരേഷ് ഗോപി 10-12 ക്യാമറ ഫ്രണ്ട് നിൽക്കുകയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ, ഇനിയും പേര് പറഞ്ഞ അടുത്ത തന്നെ അതിന്റെ പേര് അറസ്റ്റ് ചെയ്യും. അവരുടെ തോളിൽ തട്ടി, സൗഹൃദം ഉള്ളതുകൊണ്ടാണ് തോളിൽ തട്ടിയിട്ട് എന്നെ കൊടുക്കാൻ ചോദിക്കുന്നതല്ലേ, എനിക്കറിയാം. അതായത് നമ്മൾ പലപ്പോഴും സൗഹൃദത്തോടെ പറയാറില്ല, എനിക്കറിയാം, എനിക്ക് പണി തരാൻ നോക്കുന്നതല്ലേ. ഇത് പറഞ്ഞതിന് സെക്ഷൽ അസോൾട്ടാണ് അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തത്. അരുൺകുമാറിനെതിരെ ഒരു കുട്ടിയെ, എനിക്ക് പറയുന്ന പോലും ഇഷ്ടമല്ല, ഈ വ്യാജ പോക്സോ ആണ്. സാർ, ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഞാൻ എൻ്റെ കാര്യം വെച്ച് പറയുമ്പോൾ വേറൊരാളുടെ ഫാമിലി വെച്ച് പറയുന്നില്ല. രാഹുൽ ഈശ്വറിനെതിരെയാണെന്ന് ഇരിക്കട്ടെ, നാളെ എൻ്റെ മോൻ സെൻറ് തോമസിലാണ് പഠിക്കുന്നത്, സ്കൂളിൽ പോകും. അവന് ചിലപ്പോൾ സ്കൂളിൽ ഏതെങ്കിലും ശത്രുവോ പരസ്പരം ദേഷ്യമൊക്കെ കാണും വളർന്നു വരുമ്പോൾ. അവൻ എൻ്റെ മോനോട് പറയും, കണ്ടോടാ നിൻ്റെ അച്ഛനെ കുട്ടികളെ പിടിപ്പിച്ച് അതിനകത്തിട്ടിരിക്കുകയാണ് എന്ന് പറയും. അത് അവൻ്റെ മനസ്സിലുണ്ടാക്കുന്ന വേദന എത്രമാത്രമായിരിക്കും. ഡോക്ടർ അരുൺകുമാറിനും പിള്ളേരില്ലേ? ഡോക്ടർ അരുൺകുമാറിനും ഭാര്യയും വീട്ടുകാരും ഒക്കെ ഇല്ലേ? അപ്പോൾ എന്താ പ്രശ്നം? അരുൺകുമാർ ഏതെങ്കിലും ഒരു വാക്ക് തെറ്റായി പറഞ്ഞു കൊണ്ടിരിക്കട്ടെ. അരുൺകുമാറും ഷാബാസ് എന്ന് പറയുന്നൊരു മാധ്യമപ്രവർത്തന നിരയമാണ് 1-2 പ്രതികൾ. 3ാമത് അജ്ഞാതനായൊരു പ്രതിയും കൂട്ടിയിട്ടിട്ടുണ്ട്, ആർക്ക് വേണ്ടിയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഷാബാസിനും അരുൺകുമാർ, നാളെ ഈ അരുൺകുമാറിൻ്റെ കുട്ടി സ്കൂളിൽ പോകുമ്പം അരുൺകുമാറിൻ്റെ വീട്ടുകാർക്ക് ഈ വേദന ഉണ്ടാവില്ലേ? ഇനി അരുൺകുമാർ തെറ്റ് പറഞ്ഞു എന്നിരിക്കട്ടെ, ബാലാവകാശ കമ്മീഷൻ ശക്തമായിട്ടൊരു ശാസ്ത്രം കൊടുക്കുക, അരുൺകുമാറിനെ വിളിച്ചു വരുത്തി ഗ്രില്ല് ചെയ്യുക, അല്ലെങ്കിൽ അരുൺകുമാറിനെ ബാലാവകാശ കമ്മീഷൻ എടുത്ത് എയറിലാക്കുക. മേലാൽ ഇങ്ങനെ പറയരുത്, പരസ്യമായി മാപ്പ് പറയണം. ശാസിക്കുന്നു, എന്തൊക്കെ ചെയ്യാം. ഒരു പോക്സോ കേസ് സാർ, എനിക്കറിയില്ല പോലീസിന്റെ ആക്ഷൻ എടുക്കുമെന്ന്. സാർ, ജാമ്യം കിട്ടില്ല. ഇതിന്റെ വിഷമം എന്താ പറയുക സാർ? ജാമ്യം കിട്ടില്ല, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഈ 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞ് കോടതിയിൽ പോയിട്ട് ചിലപ്പം ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞാൽ പോലീസുകാർക്ക് കനിവ് കാണിച്ചാൽ വെളിയിലിറങ്ങാം. ഇനി വെളിയിലിറങ്ങി നാളെ അരുൺ പരിപാടി ചെയ്യുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? പോക്സോ കേസിൽ പോയാൽ വരികയാണ്. നാളെ അരുൺ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോട് ശക്തമായൊരു ചോദ്യം ചോദിക്കുന്നു ഇരിക്കട്ടെ, ഞാനടക്കമുള്ളവർ, ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, ഞാനടക്കമുള്ള ഈ പുരുഷവാദികളോട് ചോദ്യം ചോദിക്കുകയാണെന്നിരിക്കട്ടെ, ഞങ്ങളുടെ ഇടയിൽ കുറച്ച് തീവ്ര ആൾക്കാരുണ്ടല്ലോ, നാളെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ദിലീപിനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ അവരെന്ത് പറയാന്നറിയാമോ? ദിലീപിനെ മാത്രം കുറ്റപ്പെടേണ്ട, നീ ബോക്സോ കേസ് കിടത്താനല്ലേ എന്ന്. അപ്പം എന്തൊരു അന്യായമാണ്. അപ്പം അരുണിനെ ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും എൻ്റെ അടുത്ത ദിവസവും ആക്രമിക്കും. പക്ഷേ എന്തെങ്കിലും മാന്യതയും മര്യാദയും നമുക്ക് വേണം. ഞാനിത് എൻ്റെ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു. ഒരാൾ, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, പ്രമുഖനായ ഒരാൾ എന്നെ വിളിച്ചു, രംഗത്ത് നിൽക്കുന്ന. ഇന്നല്ല, ആദ്യം ഈ പരാതി വന്നപ്പോൾ, രാഹുലെ ഒരു ഉഗ്രൻ അവസരം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ് സാർ, എന്ത് പറ്റി? ഞാനിപ്പോൾ ഈ കേസ് അധികം അറിഞ്ഞിരുന്നില്ല. അരുണിനെതിരെ പോക്സോ ഇടാൻ പോവാണ്, അടിച്ചേക്കണോ? ഞാൻ പറഞ്ഞു, സാർ അതെന്തിനാ അങ്ങനെ? രാഹുലിനെ ഇന്നലെ ഭയങ്കരമായിട്ട് അപമാനിച്ചില്ലേ പുള്ളി? ഞാൻ പറഞ്ഞു, സാർ എൻ്റെ വാദഗതിയെ പുള്ളി എതിർത്തു, ഞാനൊരു കൺസർവേറ്റീവാണ്, അപ്പം കോവളത്ത് ബെക്കിനി ഇട്ട് പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അരുണൊരു സാധനം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ തിരിച്ചു പറഞ്ഞു, ബെക്കിനി ഇട്ടുകൊണ്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല. അപ്പം അത് പറഞ്ഞു, അടികൂടി തീർത്തു. അതിനു വേണ്ടിയിട്ട് അരുൺകുമാറിന്റെ വ്യാജ കേസിൽ ഞാൻ മുതലാക്കി ആഞ്ഞടിക്കണം എന്ന് എന്നെ വിളിച്ച് ഉപദേശിക്കുകയാണ് ആൾക്കാർ. നമുക്ക് ഭ്രാന്താണ് ശരിക്കും. ഞാനൊരു വിശ്വാസപരമായി കൂടെ പറയാം, ഇതാണ് യഥാർത്ഥത്തിൽ കലികാലം. അതായത് കലി എന്ന വാക്കിന്റെ നമ്മുടെ ഹിന്ദു മിത്തോളജിയിലെ അർത്ഥം പ്രതികാരവും ദേഷ്യവും കൂടിച്ചേരുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ കലി എന്ന് പറയുന്നത്. അതായത് മനസ്സിലെ ചൊറി, ഇറിറ്റേഷൻ, പ്രതികാരം, ദേഷ്യം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് കലി. ഈ കലിയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അരുണിനെ നല്ല പോയിന്റിൽ അരുണിനെ ആക്രമിക്കും. അരുൺ ഈ കപട ലിബറലിസം പറയുകയാണെന്ന് പറഞ്ഞാൽ ആക്രമിക്കും. അരുണിന്റെ ഏതെങ്കിലും ഫാക്റ്റ് തെറ്റിപ്പോയാൽ ആക്രമിക്കും. പക്ഷേ
അരുണാകട്ടെ വേറൊരാളാകട്ടെ എന്തെങ്കിലും മാന്യതയും മര്യാദയും കാണിക്കട്ടെ. അത് സാറിൻ്റെ പരിപാടി കൂടെ ആയിട്ടാണ് ഒരു ഉദാഹരണം. ഈ മര്യാദ നമ്മൾ ആരോടെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയെ 3 വർഷത്തോളം ഈ വ്യാജ കേസിന്റെ പേര് വേട്ടയാടി കോടതി വ്യാജ കേസാന്ന് പറഞ്ഞു. ഈ നാട്ടിലെ എല്ലാവർക്കും വ്യാജ കേസാന്നറിയാം. ദേശാഭിമാനിയുടെ എഡിറ്ററായിരുന്ന മാധവൻകുട്ടി സാർ, ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോൾ ഒരു വളരെ പ്രസക്തമായ പോസ്റ്റ് എഴുതി. ഓരോ മാധ്യമപ്രവർത്തകനും കണ്ടിരിക്കേണ്ടതാണ്. ഞാൻ അന്ന് ദേശാഭിമാനിയുടെ എഡിറ്റർ ആയതുകൊണ്ട് എനിക്ക് ഉമ്മൻചാണ്ടിയോട് അന്ന് ഇതിനെ എതിർക്കാൻ പറ്റിയില്ല, അതിന് മാപ്പ് തരണം എന്ന് പറഞ്ഞാണ് എഴുതിയത്. ഈ ഓരോ മാധ്യമപ്രവർത്തകനും അറിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് എതിരെ ചെയ്ത തെറ്റാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ നമ്മൾ ചെയ്ത തെറ്റാണ്, നിവിൻ പോളിക്കെതിരെ ചെയ്ത തെറ്റാണ്, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ചെയ്ത തെറ്റാണ്, ഇപ്പം ഡോക്ടർ അരുൺകുമാറിനെതിരെ ചെയ്യുന്ന തെറ്റാണ്. പക്ഷേ നിന്റെ തെറ്റ് മറ്റവൻ്റെ തെറ്റ് കൂടുതൽ ആരുടെ തെറ്റ് എന്ന് നോക്കിയല്ല അരുൺ പറഞ്ഞത്. ഞാൻ അരുണിൻ്റെ കവറേജ് കണ്ടു, അവരെ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിരുന്ന് കണ്ടു. ഒപ്പനയ്ക്കൊരു കുട്ടി വരുന്നു. അതായത് ഈ കുട്ടി നല്ല കുട്ടിയാണ്, വളരെ ക്യൂട്ട്, നമുക്ക് ഇഷ്ടവും സ്നേഹവും, അതായത് പോസിറ്റീവ്ലി അഫെക്ഷൻ തോന്നുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ ഒപ്പനയുടെ കുട്ടിക്ക് എന്താണ് ഭാവിയിൽ മണവാളിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു. അതായത് 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ഭാവിയിൽ എന്താണ് ബോയ് ഫ്രണ്ടിനെ കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനെ കുറിച്ചോ പറയുമ്പം അവർക്കൊരു നാണം വരും. ഇപ്പം പോലും ഞാൻ താശയ്ക്ക് എൻ്റെ മോനെ ആണോ പഠിക്കുന്നത്, അവനെ കളിയാക്കാറുണ്ടാ, നിനക്ക് ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടോടാ എന്നൊക്കെ. അപ്പോൾ അവൻ്റെ മുഖത്തൊരു നാണം വരും. ഈ നാണം പിള്ളേരുടെ മുഖത്ത് കാണുന്നത് നമുക്കൊരു രസമാണ്. അപ്പോൾ ആ നാണം, അതായത് അത് വേറൊന്നും ഉദ്ദേശമല്ല. അപ്പോൾ ഈ കുട്ടി വളരെ നാണിച്ചേ എനിക്ക് അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ആദ്യം പറഞ്ഞു എനിക്കറിയാം അച്ഛനന്മാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, ഇത് സാറ് കണ്ടോന്നറിയില്ല, ഇത് കാണണം, അച്ഛനന്മാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് ഷാബാസ് പറഞ്ഞു. എന്നിട്ട് പോയപ്പം പിന്നീട് അരുണും ഇവരും കൂടെ കൂടിരുന്ന്, അരുൺ ഈ കുട്ടിയോടുമല്ല, അരുൺ ഷാബാസിനോട് പറയുകയാണ്, ആ ഒപ്പനക്കാരിയെ കണ്ടപ്പം പിന്നെ ഷാബാസ് മനസ്സ് മുഴുവൻ അവിടെയാണെന്നൊക്കെ. അതായത് നമ്മൾ അബ്സല്യൂട്ട്ലി തമാശയ്ക്ക് പരസ്പരം പറയുന്ന ഈ കാര്യത്തിന് പോക്സോ കേസിൽ 1-ാം പ്രതി ഇനി 14 ദിവസം ജയിലിൽ കിടക്കണം. എനിക്കറിയില്ല പോലീസ് എന്ത് ആക്ഷൻ എടുക്കുമെന്ന്, ഹൈക്കോടതി തടയുമെന്നാണ് എൻ്റെ വിശ്വാസം. കുഞ്ഞികൃഷ്ണൻ സാറിനെ പോലെ ഒരു ബെഞ്ചിലേക്ക് അത് വരികയാണെങ്കിൽ അദ്ദേഹം നീതിയുക്തമായി തടയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് നമ്മൾ അവസാനിപ്പിക്കണം. ഇതൊരു അവസരമായിട്ട് എടുക്കരുത്. നാളെ രാഹുൽ ഈശ്വറിനെതിരെ, അരുൺകുമാറിനെതിരെ, എക്സോർ വൈയോ ഇസഡിനെതിരെ ഇത് വരണം. നമ്മുടെ ജീവിതം ഇത് കാരണം പോവും, നമ്മുടെ ജോലി പോകും. ഒരുപക്ഷെ റിപ്പോർട്ടറിലെ അഗസ്റ്റിൻ ബ്രദേഴ്സ് വളരെ സ്ട്രോങ് ആണ്. അവരും ഇതേപോലെ ഒരു കേസിലൊക്കെ വ്യാജമായി പെട്ടതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഇമോഷൻസ് അറിയായിരിക്കും, അവർ സപ്പോർട്ടീവ് ആയിരിക്കും. നമുക്ക് നന്മയുടെ ബേസിൽ കൂടെ അരുൺകുമാറിന്റെ വാദഗതിയെ ആക്രമിച്ചുകൂടെ? അരുൺകുമാറിന് പകരം ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ ഏറ്റവും മഹത്തരമായ ആദർശമാണ് ഹെയ്റ്റ് ദ സിൻ നോട്ട് ദ സിന്നർ. ഇതാണ് ഗാന്ധിജി എടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ തെറ്റുകാരനെയല്ല എതിർക്കേണ്ടത്, തെറ്റിനെയാണ് എതിർക്കേണ്ടത്. അപ്പം നമുക്കെല്ലാം തെറ്റ് പറ്റാം. അപ്പം ആ തെറ്റിനെ എതിർത്തുകൊണ്ട് തെറ്റുകാരനെ നന്നാക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുന്നൊരു സമീപനം എടുക്കണ്ടേ? ഇപ്പം കോടതി എടുത്തതല്ലേ, നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സാറ് എന്ന ഹൈക്കോടതിയിലെ ജഡ്ജി രൂക്ഷമായിട്ട് വിമർശിച്ചു. എന്നിട്ട് അവസാനം ബോച്ചെ പറഞ്ഞു, എൻ്റെ തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കണം, എനിക്കൊരിക്കലും പറ്റരുതായിരുന്നു. ഇനി ഏതെങ്കിലും ഒരു വാക്ക് ആ പെൺകുട്ടിയോട് കുറച്ച് കടത്തി അല്ലെങ്കിൽ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്യമായിട്ട് അരുണിനെ ശാസിക്കുക, അരുൺ പരസ്യമായിട്ട് മാപ്പ് പറയണം, നിങ്ങളുടെ ചാനലിൽ അത് എഴുതി കാണിക്കണം. അങ്ങനെയൊക്കെ കുറേ ക്ലോസ് ഉണ്ടല്ലോ ഡിഫമേഷനിൽ, നിങ്ങളുടെ ചാനലിൽ 60 മിനിറ്റ് എഴുതി കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സാധനം ചെയ്യണ്ടേ? എന്ത് തരം കലിയാണ്? എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങളോടാണ്. എല്ലാവരും വലിയ വാർത്തയാക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ മനസ്സിലെ കലിയാണ്. ആ കലി തീർക്കാനുള്ള അവസരം ഉപയോഗിക്കരുത്. ശക്തമായിട്ട് നിങ്ങൾ ബിസിനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണം, അൺഫെയർ ആകരുത്. അതുകൊണ്ട് നന്മയിൽ ബേസ് ചെയ്യണം. ഒരു നിമിഷം കണ്ണടച്ച് നാളെ ഇത് നമുക്കാണ് വന്നതെങ്കിൽ ബാക്കിയുള്ളവർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നും കൂടി ഓർത്തോണം. ഇതാണ് ഗോൾഡൻ റൂൾ, ഒരു താലിസ്മാൻ എന്ന് ഗാന്ധിജിയൊക്കെ പറയും. നാളെ നമുക്കെതിരെ അരുൺകുമാറിനോട് ഒരു കേസ് വന്നു, അത് നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ, വേറൊരാളെ റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കും. ഇത് ഓർത്തുകൊണ്ടേ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യാവൂ. അതാണ് നന്മ, അതാണ് ദൈവീകത. എനിക്ക് തോന്നുന്നു അരുൺകുമാറിനോടും റിപ്പോർട്ടറിനോടും പൊതുവെ ഒരു പക ആരൊക്കെയോ വെച്ച് പുലർത്തുന്നുണ്ടല്ലേ? ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. എനിക്ക് റിപ്പോർട്ടർ അറിയാമല്ലോ, അത് പൊതുവേ ലെഫ്റ്റ് ലിബറൽ എന്നൊരു ചായവുള്ളതാണ്. ഏക റൈറ്റിലോട് ചായ നിൽക്കുന്ന സുജയ മാത്രമാണ്. സെൻട്രായിട്ട് ബാലകൃഷ്ണൻ ആയിരിക്കും. ഇത് മാത്രമാണ് അവിടുത്തെ കാര്യം. റിപ്പോർട്ടർ ശക്തമായ തിരിച്ചുവരവ് നടത്തി. അതായത് റിപ്പോർട്ടർ പണ്ട് ടാമിലൊക്കെ നമ്മുടെ TRPയിലോ ബാർക്കിലോ നോക്കിയാൽ 8-ാം സ്ഥാനത്തൊക്കെയായിരുന്നു. റിപ്പോർട്ടർ ഫസ്റ്റ് 3-ൽ വരുന്നുണ്ട്, ഡിജിറ്റൽ മേഖലയിൽ വലിയ രീതിയിൽ വരുന്നുണ്ട്. ഇതിനെ ഹെൽത്തിയായി കാണണം. അതായത് ഇവർക്കാണ് ലോകത്തിലെ ഏറ്റവും AR VR XR സ്റ്റുഡിയോ ഒക്കെ ഉള്ളത്. അനിൽ ഐരൂർ സാറ് നമ്മുടെ ഫ്ലവേഴ്സിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നതിന് ശേഷം പുള്ളി ഒരുപാട് ബിസിനസ് ഇന്നോവേഷൻ കൊണ്ടുവന്നു. റിപ്പോർട്ടർ ഒരു ടോപ്പ് ചാനലായി. പല റിപ്പോർട്ടറാണ് സേവിടുന്നത്. ഇവരുടെ എഡിറ്റോറിയൽ ചർച്ച
ഭയങ്കര രസമായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. നികേഷ് സാറും കൂടെ വേണമായിരുന്നു. നികേഷ് സാറിനെ മിസ് ചെയ്യുന്നുണ്ട്. നികേഷ് സാർ ശരിക്കും രാഷ്ട്രീയക്കാരനേക്കാൾ മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം മാധ്യമരംഗത്തായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഇതെല്ലാം വളരെ ട്രെൻഡ് സെറ്റിംഗ് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി നാളെ എന്താ, ആ ചാനലിനോട് ചേർത്തൊരു മോശം പേര് കിടക്കട്ടെ, അവരുടെ ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലൊരു പിടുത്തം ഉണ്ടാകട്ടെ, അരുണിന് ഒരു ബ്രേക്ക് ഇടട്ടെ, അവന് തലയിൽ ഒരു അടി കിട്ടട്ടെ എന്ന് പറയുകയാണ്. ഇത് നാളെ നമ്മൾ ആരോടും ചെയ്യരുത്. ഈ നന്മയുടെ ബേസിൽ പോകണം. വേറൊരാളെ ഈ നനഞ്ഞടം കുഴിക്കുക എന്ന് പറയാറുണ്ട്. നനഞ്ഞടം കുഴിക്കുന്ന പരിപാടി നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കാരണം രണ്ട് കാര്യങ്ങൾ ാണ്. ഒന്നത് ദൈവമല്ല, എത്തിക്സ് അല്ല, ധാർമ്മികമല്ല. രണ്ട്, നാളെ നമുക്കെതിരെ വരുമ്പോഴും കൂടെ നിൽക്കുന്നവർ നമ്മളെ കല്ലെറിയാനായിരിക്കും നിൽക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഏറ്റവും മഹത്തരമായ വാചകമാണ്. നമുക്കെല്ലാം എനിക്കൊക്കെ മാധ്യമങ്ങൾ പറയുന്നത് തെറ്റുപറ്റിയിട്ടുള്ള ആളായിട്ട് പറയുകയാണ്. എന്താ, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ, നിങ്ങളിൽ തെറ്റുപറ്റാത്തവൻ കല്ലെറിയട്ടെ, നിങ്ങളിൽ നാക്കുപിഴയില്ലാത്തവൻ ആദ്യം അരുൺകുമാറിനെ കല്ലെറിയട്ടെ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.